إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم حتى إذا بلغ أشده وبلغ 40 سنة قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين. ബഹുമാന്യ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ ഭയപ്പെടുന്ന യഥാർത്ഥ ഭയഭക്തിയിൽ ഉൾപ്പെടണമേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മധ്യവേനൽ അവധി കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങളും മദ്രസകളുമെല്ലാം തുറക്കാനിരിക്കുകയാണ്. നമ്മുടെ മക്കൾ വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുന്നോടിയായുള്ള എല്ലാ ഒരുക്കങ്ങളും തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് നാം ഉള്ളത്. പുത്തനുടുപ്പും പുതിയ പാഠപുസ്തകങ്ങളും അതുപോലെ തന്നെ ബാഗും മറ്റ് വസ്തുക്കളെല്ലാം വാങ്ങി പുതിയൊരു അധ്യയന വർഷത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ മക്കൾ. രക്ഷിതാക്കളായ നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യമാണവർ. വിശുദ്ധ ഖുർആൻ അപ്രകാരമാണ് വിശേഷിപ്പിച്ചത്: അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ഈ ഐഹികമായ
ഈ ഇഹലോക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളാണ്, സൗന്ദര്യങ്ങളാണ് സന്താനങ്ങളും സമ്പത്തും എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ആ മക്കളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ആ മക്കൾ നമുക്ക് ഓരോരുത്തർക്കും നാളെ താങ്ങും തണലുമായി തീരണമെന്ന് നാം ആഗ്രഹിക്കുന്നു. നമ്മുടെ വാർദ്ധക്യത്തിൻ്റെ വേളയിൽ സംരക്ഷിക്കേണ്ടവരാണെന്ന് നാം പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനുമെല്ലാം അഭിമാനമുള്ളവരായിത്തീരണമെന്ന് നാം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ നാം നടത്തുന്നു. നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് അധ്വാനങ്ങൾ നാം ചെലവഴിക്കുന്നത്. അവരെ ഏറ്റവും നല്ല കലാലയത്തിൽ നാം ചേർക്കുന്നു. ഉന്നതമായ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നാം അവർക്ക് നൽകുന്നു. ഏറ്റവും നല്ല കലാലയത്തിൽ അവർക്ക് ചേർക്കുന്നു. മാത്രമല്ല അവർക്ക് ട്യൂഷൻ സൗകര്യങ്ങൾ നാം നൽകുന്നു. കോച്ചിങ്ങിന് അവരെ അതിനുള്ള സൗകര്യങ്ങൾ നാം നൽകി അതിലെല്ലാം നാം പങ്കെടുപ്പിക്കുന്നു. സഹോദരന്മാരെ, അങ്ങനെ ഉന്നതമായ കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും പഠിക്കുന്ന കുട്ടികൾ അവർ ഒരുപാട് പ്രതീക്ഷകളുമായി കൊണ്ടാണ് രക്ഷിതാക്കൾ അവരെ പറഞ്ഞയക്കുന്നത്. അവർക്ക് സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമുണ്ടാകണമെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. എന്നാൽ സഹോദരന്മാരെ, പലപ്പോഴും അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താണ്? ഇത്തരത്തിലുള്ള ഉന്നതമായ കലാലയങ്ങൾ പഠിക്കുകയും ഉന്നതമായ ബിരുദങ്ങൾ കരസ്ഥമാക്കുകയും മെഡിക്കലിനും എഞ്ചിനീയറിങ്ങിനും അതുപോലെ തന്നെ ശാസ്ത്ര മാനവിക വിഷയങ്ങളെല്ലാം പഠിക്കുന്ന നമ്മുടെ പല വിദ്യാർത്ഥികളുടെയും ബൗദ്ധിക നിലവാരം ഉന്നതങ്ങളിൽ നിൽക്കുമ്പോൾ അവരുടെയെല്ലാം ധാർമ്മികമായ നിലവാരം നാം പരിശോധിക്കുമ്പോൾ അതീവ പരിതാപകരവും ഭയപ്പെടുത്തുന്നതുമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വലിയ കോഴ്സുകൾക്ക് പഠിക്കുന്ന ആളുകൾക്കിടയിൽ പോലും അധാർമികമായ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. വിദ്യാസമ്പന്നർക്കിടയിൽ പോലും അന്ധവിശ്വാസങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നാം ക്യാമ്പസിലേക്ക് പറഞ്ഞയക്കുന്ന നമ്മുടെ മക്കൾ, ആ കുട്ടികൾക്കിടയിൽ മതനിരാസവും സ്വതന്ത്രവാദങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഈ മതമെന്ന് അവർ നമ്മോട് ചോദിക്കുന്നു. എന്തിനാണ് ഈ അതിർവരമ്പുകൾ, മതത്തിൻ്റെ അതിർവരമ്പുകൾ എന്തിനാണ്? ആണും പെണ്ണും എന്തിനാണ് ഇങ്ങനെ വേർതിരിച്ചു നിർത്തുന്നത്? ഇങ്ങനെയുള്ള സ്വതന്ത്രവാദങ്ങൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതുപോലെ തന്നെ മദ്യത്തിൻ്റെയും ലഹരിയുടെയും മയക്കുമരുന്നുകളുടെയും ഉപയോഗം വ്യാപകമായ തോതിലാണ് ക്യാമ്പസുകളിലും ഇത്തരത്തിൽ ഭൗതികമായ വിദ്യാഭ്യാസം നേടുന്ന ആളുകൾക്കിടയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ 18ഉം 20ഉം വർഷം പോറ്റി വളർത്തിയ മക്കൾ മാതാപിതാക്കളെയും ബന്ധുക്കളെയും ധിക്കരിച്ചുകൊണ്ട് യുവാക്കളുടെ ഇടയിൽ ഒളിച്ചോട്ടങ്ങളും അതുപോലെ തന്നെ മതേതര വിവാഹങ്ങളും അതുപോലെ തന്നെ പ്രണയ വിവാഹങ്ങളും സ്വവർഗ വിവാഹങ്ങളും ലിവിങ് ടുഗദറുകളും അതിനെ തുടർന്നുണ്ടാകുന്ന ആത്മഹത്യകളും കൊലപാതകങ്ങളുമെല്ലാം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഇത്തരത്തിലുള്ള വാർത്തകൾ ഇന്ന് നമുക്ക് നമ്മുടെ കാതുകൾക്കും അതുപോലെ തന്നെ കണ്ണുകൾക്കും ഒരു പുതുമയില്ലാത്ത കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉന്നതമായ ഭൗതിക വിദ്യാഭ്യാസം നേടിയ ആളുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ സംജാതമായത് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ എണ്ണവും കുറവല്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് ഇവർക്കൊക്കെ പറ്റിയ കാര്യം? സഹോദരന്മാരെ, ഒരിക്കലും ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണോ? ഒരിക്കലുമല്ല. ഉന്നതമായ ബിരുദങ്ങളുണ്ട്, അതുപോലെ തന്നെ ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യതകളും ജോലിയുമെല്ലാം ഉണ്ട്. പക്ഷേ അവർക്ക് ലഭിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു അറിവ് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അതാണ് മതപരമായ അറിവ്, അള്ളാഹുവെക്കുറിച്ചുള്ള അറിവ്, യഥാർത്ഥമായ വിജ്ഞാനം അവർക്ക് കരസ്ഥമാക്കുവാൻ സാധിച്ചില്ല. ആ വിജ്ഞാനം, അള്ളാഹുവെക്കുറിച്ചുള്ള തിരിച്ചറിവ്, റബ്ബിനെക്കുറിച്ചുള്ള ബോധം
ആ മതപരമായ ആ വിജ്ഞാനം അവർ നേടിയെടുത്തെങ്കിലേ ഇന്ന് കാണുന്ന ജീർണതകളിൽ നിന്ന് നമ്മുടെ മക്കൾ രക്ഷപ്പെടുകയുള്ളൂ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയാണ് ധാർമ്മികമായ വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി, അതുപോലെ തന്നെ മദ്രസ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി ഇവിടെയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരന്മാരെ, അള്ളാഹുവെ ദീൻ കൃത്യമായി പഠിച്ചെങ്കിൽ മാത്രമേ അള്ളാഹുവെ കൃത്യമായി ഭയപ്പെടുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിൽ ഉലമാ, അള്ളാഹുവെ ഭയപ്പെടുന്നത് അവൻ്റെ ദാസന്മാരിൽ അറിവുള്ളവർ മാത്രമാണ്. അപ്പോൾ ഈ അറിവ് നഷ്ടപ്പെടുമ്പോഴാണ് സമൂഹത്തിൽ തിന്മകളും അധാർമികമായ പ്രവർത്തനങ്ങളും അശ്ലീലമായ കാര്യങ്ങളുമെല്ലാം വൻതോതിൽ വർദ്ധിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഘട്ടത്തിൽ ഈ ഒരു ജീർണതയിൽ നിന്ന് സമൂഹത്തിലെ നമ്മുടെ യുവസമൂഹം, വിദ്യാർത്ഥികൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ ദുരവസ്ഥയിൽ നിന്ന് അവരെ ആ ജീർണതയിൽ നിന്നും രക്ഷിക്കേണ്ടതിൻ്റെ വലിയൊരു ഉത്തരവാദിത്തം രക്ഷിതാക്കളുടെ ബാധ്യതയായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം വിശുദ്ധ ഖുർആൻ അപ്രകാരമാണ് നമ്മൾ ഓരോരുത്തരോടും പറയുന്നത്. വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുകയാണ്, വിശ്വാസികളെ, ഖൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ സംരക്ഷിക്കുക, വഅഹ്ലീകും, ആ കുടുംബത്തെയും നിങ്ങളുടെ കുടുംബത്തെയും എന്തിൽ നിന്ന്? നാറ, നരകത്തിൽ നിന്ന്. എന്താണ് ആ നരകത്തിന്റെ പ്രത്യേകത? വഖൂദുഹന്നാസു വൽ ഹിജാറ. ആ നരകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ നരകം കത്തിക്കപ്പെടുന്നത്, അതിലെ ഇന്ധനം എന്ന് പറയുന്നത്, അതിന്റെ വിറക് എന്ന് പറയുന്നത് അന്നാസു വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളുമാണ്. സഹോദരന്മാരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഭൗതിക ലോകത്ത് മനുഷ്യരെയും കല്ലിനെയും എന്തെങ്കിലും ഇന്ധനമായി ഉപയോഗിക്കുന്നുണ്ടോ? ഒരിക്കലും നമുക്ക് എവിടെയും കാണുവാൻ സാധ്യമല്ല. എന്നാൽ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിക്രമികളായ ആളുകളെ ശിക്ഷിക്കുവാൻ വേണ്ടി അവൻ ഉപയോഗിക്കുന്നത് മനുഷ്യരെയാണ്, കല്ലുകളെയാണ്. അഥവാ അക്രമികളായ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാത്ത ആളുകളെയാണ് നരകത്തിൻ്റെ വിറകുള്ളവരായി അള്ളാഹു മാറ്റുക എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാളും നരകത്തിൻ്റെ വിറകുകൊള്ളിയാവാൻ പാടില്ല. ആ ഒരു ദൃഢനിശ്ചയം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. സ്വർഗത്തിൽ കുടുംബത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കളുടെ മേലുള്ള അമാനത്താണ് മക്കൾ. അവർക്ക് ചെറുപ്പം മുതലേ ദീനീ വിദ്യാഭ്യാസം നൽകി അതിലൂടെ വളർത്തിയെങ്കിൽ മാത്രമേ ഇന്ന് സമൂഹത്തിൽ കാണുന്ന ജീർണതകളിൽ അവർക്ക് പിടിച്ചു നിൽക്കുവാനും യഥാർത്ഥ ദീനനുസരിച്ച് ജീവിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അമാനത്തിനെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയത്തി. നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ്, അതുപോലെ എല്ലാവരും തങ്ങളുടെ ഭരണീയരെ കുറിച്ച് അഥവാ പ്രജകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. എന്നിട്ട് ഓരോന്നായി പ്രവാചകൻ വിശദീകരിച്ചു. വൽ അമീറു റാഇൻ, ഒരു മുസ്ലിങ്ങളുടെ നേതാവ് അയാൾ ഭരണാധികാരിയാണ്. വറജുലു റാഇൻ അലാ അഹ്ലി ബൈത്തിഹി, ഒരു പുരുഷൻ തൻ്റെ വീട്ടിലെ ഭരണാധികാരിയാണ്. വൽ മർഅതു റാഇയത്തുൻ അലാ ബൈതി സൗജിഹാ വവലദിഹി, അതുപോലെ തന്നെ ഒരു സ്ത്രീ തൻ്റെ ഭർതൃഗൃഹത്തിൻ്റെയും സന്താനങ്ങളുടെയും ഭരണാധികാരിയാണ്. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു, ഫകുല്ലുക്കും റാഇൻ ഫകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയത്തി. അപ്പോൾ നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്, അവരുടെ പ്രജകളെ കുറിച്ച് സംബന്ധിച്ച് ഉത്തരവാദിത്തമുള്ളവരാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നമ്മോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ആ സമയത്ത് കൃത്യമായി മറുപടി നൽകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് കൃത്യമായ ദീനീ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകാറുണ്ട്. അവർക്ക് നമ്മുടെ ഈദ് ദിനത്തിലും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ നല്ലൊരു മാർക്ക് നേടുമ്പോൾ, വലിയ വിജയങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പല സമ്മാനങ്ങളും കൊടുക്കാറുണ്ട്. മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാറുണ്ട്, സൈക്കിൾ വാങ്ങിക്കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ സ്കൂട്ടർ വാങ്ങിക്കൊടുക്കാറുണ്ട്, അവർക്ക് ലാപ്ടോപ്പുകളും മറ്റൊക്കെ നാം നൽകാറുണ്ട്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു രക്ഷിതാവിന് തൻ്റെ മകന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. മാനഹല വാലിദുൻ വലദഉ മിൻ നഹ്ലിൻ അഫ്ളല മിൻ അദബിൻ ഹസനിൻ. ഒരു പിതാവിനും
തൻ്റെ സന്തതിക്ക് നല്ല ശിക്ഷണത്തേക്കാൾ മഹത്തായ ഒരു സമ്മാനം നൽകാൻ കഴിയുകയില്ല. അഥവാ പ്രവാചകൻ പഠിപ്പിക്കുന്നത് യഥാർത്ഥ നല്ല അദബുൻ ഹസൻ എന്നാണ് പ്രവാചകൻ പ്രയോഗിച്ചത്. അഥവാ നല്ല മര്യാദ, സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, അഥവാ ദീൻ കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു സമ്മാനം ഒരു രക്ഷിതാവിനും തൻ്റെ മകൾക്ക് കൊടുക്കാൻ കഴിയില്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, നമ്മളൊക്കെ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. നമുക്ക് ആ സമ്മാനം നൽകുവാൻ, നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിച്ചോ എന്ന് നാം പരിശോധിക്കുക. അത് കൊടുക്കുവാൻ സാധിച്ചില്ല എങ്കിൽ ആ മക്കൾ ഈ ഇഹലോകത്ത് തന്നെ നമുക്കെതിരായിത്തീരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കെ ഉണ്ടായ ഒരു സന്ദർഭം, ഒരു ചരിത്രത്തിലൊരു സംഭവം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ ഒരു രക്ഷിതാവ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പരാതി പറയുകയാണ് തൻ്റെ മകനെക്കുറിച്ച്. അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, എൻ്റെ മകൻ എന്നെ വല്ലാതെ ദ്രോഹിക്കുന്നു, എന്നെ കഷ്ടപ്പെടുത്തുന്നു എന്ന് മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ പരാതിപ്പെടുകയാണ്. ആ സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മകനോട് ചോദിച്ചു, മകനെ, നിനക്ക് നിന്റെ പിതാവിനെ ദ്രോഹിക്കുന്നതിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമില്ല, അള്ളാഹുവിൻ്റെ ശിക്ഷ നിനക്ക് ബാധിക്കുന്നതിനെ കുറിച്ച് നീ പേടിക്കുന്നില്ലേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആ മകനോട് ചോദിച്ചപ്പോൾ ആ മകൻ ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ, എൻ്റെ രക്ഷിതാവിന്, എൻ്റെ പിതാവിന് എന്നോട് എന്തൊക്കെ ബാധ്യതകളാണുള്ളത്, അങ്ങനെ വല്ല ബാധ്യതയുമുണ്ടോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവോട് ആ മകൻ ചോദിക്കുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ട്. എന്തൊക്കെയാണെന്ന് ആ മകൻ രക്ഷിതാവിന് മക്കളോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ യുവാവ് ചോദിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആദ്യമായി ചെയ്യേണ്ടത് വിവാഹം കഴിക്കുമ്പോൾ ദീനുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം, മക്കൾക്ക് നല്ല പേരിടണം. കുഞ്ഞ് ജനിച്ചാൽ കുഞ്ഞിന് ഏറ്റവും നല്ല പേരാണ് ഇടേണ്ടത്. മൂന്നാമതായി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അഥവാ ഖുർആൻ അവരെ പഠിപ്പിക്കണം. ഈ 3 കാര്യങ്ങൾ പ്രധാനമായി ഒരു മക്കളോട് നിർവഹിക്കേണ്ട ബാധ്യതയായി ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് ആ മകൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, ഇന്നഹു ലം യഫ്അൽ ശൈഅൻ മിൻ ദാലിക്, ഓ അമീറുൽ മുഅ്മിനീൻ, എൻ്റെ പിതാവ് ഇതിലൊരു കാര്യവും ചെയ്തിട്ടില്ല. അമാ ഉമ്മി ഫഇന്നഹാ സനീജത്തുൻ കാനൽ ലിമജൂസിയിൻ, എൻ്റെ ഉമ്മയാകട്ടെ, എൻ്റെ പിതാവ് വിവാഹം കഴിച്ചത് ഒരു മജൂസിയായ സ്ത്രീയെയാണ്. മജൂസി എന്ന് പറഞ്ഞാൽ അഗ്നി ആരാധകയാണ്, ബൗദ്ധൈവാരാധികയായ ഒരു സ്ത്രീയെയാണ് എൻ്റെ പിതാവ് വിവാഹം ചെയ്തത്. കത് സമ്മാനി ജുഅലൻ, എന്നെ പേരിട്ട് വിളിച്ചത് ജുഅൽ എന്നാണ്. ജുഅൽ എന്ന് പറഞ്ഞാൽ അറബിയിൽ അർത്ഥം വണ്ട് എന്നാണ്. അങ്ങനെയാണ് എന്നെ പേരിട്ട് വിളിച്ചത്. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞു, വലം യുഅല്ലിമനി മിനൽ കിതാബി ഹർഫൻ വാഹിദ, ഖുർആനിൽ നിന്ന്, അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫ് പോലും എൻ്റെ പിതാവിനെ പഠിപ്പിച്ചിട്ടില്ല എന്ന് ഉമർ റളിയല്ലാഹുവിനോട് അദ്ദേഹം പറയുകയാണ്. ഈ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആ പിതാവിനോട് കൃത്യമായി അദ്ദേഹത്തെ ശകാരിക്കുന്നതായി ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യം താങ്കളെ നന്നാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഈ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരന്മാരെ, ഈ ഒരു കാര്യം നാം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക് കൃത്യമായ ദീനി വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കുവാൻ സാധിക്കണം. അത്തരത്തിലുള്ളൊരു കൃത്യമായൊരു പഠന പ്രക്രിയയിലൂടെ അവരെ വളർത്തുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ആ മക്കൾ നമുക്കെതിരായിത്തീരുമെന്ന് വിശുദ്ധ ഖുർആൻ 2 മക്കളുടെ ചരിത്രം പഠിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. ദീനനുസരിച്ച് വളർത്തിയിട്ടില്ലാത്ത മക്കൾ, അവർ ഭാവിയിൽ വാർദ്ധക്യത്തിലെത്തിയ മക്കളോട് പറയുന്ന വർത്തമാനം ഖുർആൻ പഠിപ്പിക്കുന്നു. വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൽ ലക്കുമാ അതഇദാനനി അൻ അഖ്റജ വഖദ് ഖലത്തിൽ ഖുറൂൻ മിൻ ഖബ്ലി, തൻ്റെ വൃദ്ധരായ മാതാപിതാക്കളോട് അവിശ്വാസിയായി വളർന്നു വന്ന ആ മകൻ ചോദിക്കും, നിങ്ങൾ എന്താണ് എന്നോട് വാഗ്ദാനം ചെയ്യുന്നത്? ഞാൻ മരണപ്പെട്ട് വർഷങ്ങൾ കടന്നു പോയതിനു ശേഷം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് വരപ്പെടുമെന്ന് നിങ്ങൾ പറയുകയാണോ? ഇതൊക്കെ വെറും കെട്ടുകഥകളാണെന്ന് ആ മകൻ പറയും. ഇന്ന് നാം പലപ്പോഴും കാണുന്നു അത്തരത്തിലുള്ള പല ഉദാഹരണങ്ങളും. എന്നാൽ യഥാർത്ഥമായ ദീൻ പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തിയ ഒരു നല്ല മകൻ, അവൻ തൻ്റെ പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ
തൻ്റെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തുന്ന സന്ദർഭത്തിൽ അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സന, അങ്ങനെ അവൻ തൻ്റെ പൂർണ്ണ ശക്തി പ്രാപിക്കുകയും 40 വയസ്സിലെത്തുകയും ചെയ്താൽ ആ ദീനനുസരിച്ചുകൊണ്ട് മാതാപിതാക്കൾ വളർത്തി വലുതാക്കി ആ ചിട്ടയിൽ വളർന്നു വന്ന് തൻ്റെ 40ാമത്തെ പൂർണ്ണമായ ശക്തി ഒരു പക്വതയിലെത്തുന്ന സമയത്ത് ആ മകൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ആ മകൻ പ്രാർത്ഥിക്കുന്നത്? ഖാല റബ്ബി ഔസിനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ. ആ മകൻ പ്രാർത്ഥിക്കുകയാണ്, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാൻ നീ എനിക്ക് പ്രചോദനം നൽകണമേ. അതുകൊണ്ട് അവസാനിച്ചില്ല, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം പ്രവർത്തിക്കാനും നീ എനിക്ക് പ്രചോദനം നൽകണേ അല്ലാ എന്ന് ആ മകൻ പ്രാർത്ഥിക്കും. എൻ്റെ സന്താനങ്ങളിൽ നീ എനിക്ക് നന്മയുണ്ടാക്കി തരികയും ചെയ്യണമേ എന്ന് ആ മകൻ പ്രാർത്ഥിക്കും. എന്നിട്ട് അവൻ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇന്നി തുബ്തു ഇലൈക വ ഇന്നി മിനൽ മുസ്ലിമീൻ. തീർച്ചയായും ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു, തീർച്ചയായും ഞാൻ കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിലാകുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരു മകനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഈ ആളുകളെക്കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇവരിൽ നിന്നാണ് അള്ളാഹു അമലുകൾ നല്ല അമലുകൾ സ്വീകരിക്കുക, അവരുടെ തിന്മകൾ അള്ളാഹു വിട്ടുകൊടുക്കും, അവരായിരിക്കും സ്വർഗത്തിൻ്റെ അവകാശികൾ എന്ന് തുറന്നു വരുന്ന വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള നല്ല മക്കളെ വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ഇത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ ആരാധിക്കുന്ന നല്ല മക്കളാക്കി തീർക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ മക്കളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഐഹിക ലോകത്ത് അവർ നമുക്ക് പ്രയോജനപ്പെടുന്നതോടൊപ്പം തന്നെ സത്യവിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മക്കൾ പരലോകത്ത് പ്രയോജനപ്പെടേണ്ടതുണ്ട്. നമ്മുടെ മരണശേഷവും നമുക്ക് ഉപകാരപ്പെടുന്നവരായിത്തീരേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നല്ല മക്കൾ പരലോകത്തുള്ള ഒരു സമ്പാദ്യമാണ്. പ്രവാചകൻ പറഞ്ഞു, ഒരു ഹദീസിലൂടെ ഒരിക്കൽ പറഞ്ഞു, ഇദാ മാത്തബിനു ആദം ഇൻഖത അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അവൻ്റെ ജീവിതത്തിൽ നിന്ന് എല്ലാ അമലുകളും അവസാനിക്കും, അതിൽ 3 കാര്യങ്ങൾ ഒഴികെ. ആ 3 കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒന്നാമത്തത് സ്വദഖത്തിൻ ജാരിയ, നിലനിൽക്കുന്ന ദാനധർമ്മമാണ്. രണ്ടാമത്തേത് ഔ ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ വിജ്ഞാനം പകർന്നു നൽകിയാൽ അത് അയാൾക്ക് മരണശേഷവും പ്രയോജനപ്പെടും. മൂന്നാമത്തേത് പ്രവാചകൻ പഠിപ്പിച്ചു ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, ആ രക്ഷിതാവ് മരണപ്പെട്ടതിന് ശേഷം തൻ്റെ രക്ഷിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്ന സർവൃത്തരായ മക്കളുടെ പ്രാർത്ഥന. ഈ 3 കാര്യങ്ങളും മരണശേഷം ഒരു മനുഷ്യന് ലഭിക്കുന്ന അമലുകളാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഇതിൽ 2 ശ്രദ്ധേയമായ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മക്കൾക്ക് ഉപകാരപ്രദമായ അറിവ് ലഭിക്കുന്ന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് മദ്രസകളാണ്. അതിലുള്ള അവസരങ്ങൾ ലഭിക്കുന്ന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഈ ദീനീ സ്ഥാപനങ്ങളാണ്. അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് വേണ്ടി അവരുടെ മരണശേഷവും നല്ല സന്താനങ്ങളുടെ വാർത്തെടുക്കുക എന്നതാണ് നമ്മുടെ മദ്രസകളിലൂടെ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും
എത്ര സമയമാണ് മദ്രസകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ധാർമ്മിക വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഖുർആൻ പഠനങ്ങൾക്ക് വേണ്ടി നാം ചെലവഴിക്കുന്നത് എന്ന് നാം പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ മദ്രസകളെല്ലാം ദിവസം 2-2.5 മണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ. അത് തന്നെ പലപ്പോഴും നേരത്തെ പോകേണ്ടവരുണ്ടാകും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ക്ലാസ്സുകൾ, മദ്രസ പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പേ അതിൽ നിന്ന് വിട്ടുപോകുന്നവരുണ്ടാകും. എന്നാൽ സ്കൂളിനെ സംബന്ധിച്ചും നമ്മുടെ ഭൗതികമായ വിദ്യാഭ്യാസത്തെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാട് എത്രമാത്രമാണ് നമുക്കുള്ളത്? അത് നമുക്ക് പലപ്പോഴും കാണാം. അതിൽ ഒരു ദിവസം നമുക്ക് ലീവായാൽ രക്ഷിതാക്കൾക്കും മക്കൾക്കും പേടിയാണ്. ട്യൂഷൻ ഒരു ദിവസം ലീവാക്കിയാൽ വല്ലാത്ത ഭയമാണ്. എന്നാൽ മദ്രസയിൽ ഒഴിവാക്കുന്നതിനോ അത്തരത്തിലുള്ള ദീനീ പരിപാടികളും ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ചോ നമുക്ക് യാതൊരു ആവലാതിയും വേവലാതിയും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ദീനീ വിജ്ഞാനം നാം കരസ്ഥമാക്കുന്നതിലൂടെ, നമ്മൾ കരസ്ഥമാക്കുന്നതിലൂടെ, നമ്മുടെ മക്കൾ കരസ്ഥമാക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടം എന്താണ്? പ്രവാചകൻ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അറിവന്വേഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് അവൻ പുറപ്പെട്ടാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല, പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, സഹലല്ലാഹു ത്വരീഖൻ ഇലൽ ജന്ന, അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാർ, അതുകൊണ്ട് തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിന് അമിതമായ പ്രാധാന്യം നൽകുന്ന സമൂഹത്തിൻ്റെ പ്രവണത മാറണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാളെ പരലോകത്ത് നാം എത്തിച്ചേരുന്നതിന് മുമ്പായി ഖബറിൽ നാം കിടക്കുന്ന ഒരു അവസ്ഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഓരോ മനുഷ്യരെയും ഖബറടക്കി മറ്റുള്ളവർ തിരിച്ചു വരുമ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പ്രവാചകൻ ഹദീസുകളിലൂടെ വിശദമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, 2 മലക്കുകൾ ഓരോ മനുഷ്യൻ്റെ അടുത്തേക്കും വരും. മരണപ്പെട്ട് കിടക്കുന്ന ആളെടുത്തേക്ക് വന്നുകൊണ്ട് ചോദിക്കും, മൻ റബ്ബുക മാ ദീനുക ഫയഖൂൽ മാ ഹാദ റജുൽ അല്ലദീ ബുഇസ ഫീകും വമാ യുദ്രീക. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വിശ്വാസിയായ മനുഷ്യനോട് ചോദിക്കുമ്പോൾ, മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് ഭൗതിക ലോകത്ത് ജീവിച്ചിരുന്ന കാലത്ത് ദീൻ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് പ്രവർത്തിച്ച് ജീവിക്കുകയും ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം മാത്രമേ അതിന് കൃത്യമായ മറുപടി നൽകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സത്യവിശ്വാസിയായ മനുഷ്യൻ പറയും, മൻ റബ്ബുക ഫയഖൂൽ റബ്ബി അല്ലാഹ് എന്ന് അവൻ പറയും. മാ ദീനുക എന്ന് ചോദിക്കുമ്പോൾ ദീനി അൽ ഇസ്ലാം എന്ന് പറയും. അതുപോലെ തന്നെ ഫയഖൂൽ മാ ഹാദ റജുൽ ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം പറയും. വമാ യുദ്രീക എന്ന് അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് ഈ കാര്യങ്ങളെല്ലാം എവിടെ നിന്ന് ലഭിച്ചു എന്ന് ആ മനുഷ്യനോട് ആ 2 മലക്കുകൾ ചോദിക്കുമ്പോൾ വിശ്വാസിയായ മനുഷ്യൻ പറയുന്ന ഉത്തരം നാം അടിവരയിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഉത്തരമാണ്. അവൻ പറയും, ഖറഅതു കിതാബല്ലാഹ് വആമൻതു ബിഹി വസദ്ദഖ്തു ബിഹി. അവൻ പറയും, ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വായിച്ചു, ഫആമൻതു ബിഹി, ഞാൻ അത് വിശ്വസിച്ചു, വസദ്ദഖ്തു ബിഹി, അത് സത്യപ്പെടുത്തി ജീവിക്കുകയും ചെയ്തു. ഇങ്ങനെ പറയുവാൻ സാധിക്കണമെങ്കിൽ ഈ ഐഹികമായ ലോകത്ത് ഖുർആൻ പഠിക്കാൻ അവസരങ്ങളുണ്ടാകണം. അതിനുള്ള കേന്ദ്രങ്ങളിൽ പോകണം. അത് കൃത്യമായി മദ്രസ മാത്രമല്ല, അത് കഴിഞ്ഞും പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ പഠിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ നാളെ ഖബറിൽ എത്തിച്ചേർന്നാൽ നമുക്ക് കൃത്യമായി മറുപടി നൽകാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം അവിശ്വാസിയായ മനുഷ്യൻ, താന്തോന്നിയായി ജീവിച്ച മനുഷ്യൻ, അവനോട് ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും അവൻ പറയുന്ന മറുപടിയുണ്ട്, മൻ റബ്ബുക, ഹാ ഹാ എന്ന് അവൻ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ലാ അതിരി എന്ന് പറയുന്ന അവസ്ഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മുടെ ഈ വളരെയധികം ചുരുങ്ങിയ ഈ ജീവിത കാലഘട്ടത്തിൽ ഇസ്ലാമിനെ കൃത്യമായി പഠിക്കുവാനും അതുപോലെ തന്നെ അത് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുവാനും നാം പരിശ്രമിക്കേണ്ടതുണ്ട്. നാം നമ്മുടെ മക്കളോട് ചോദിക്കുക, ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയുമോ? വിശ്വാസ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ആരാധനാ കർമ്മങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്യാൻ അറിയുമോ എന്ന് ഓരോ രക്ഷിതാവും തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ മക്കളാണ്. അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആ വികാരത്തോടുകൂടി പ്രാർത്ഥിക്കുവാൻ സാധിക്കുക.
ആ പ്രാർത്ഥിക്കാൻ എൻ്റെ മക്കൾക്ക് കഴിയുമോ എന്ന് ഓരോ രക്ഷിതാവും ആത്മപരിശോധന നടത്തണം. അത് ചെയ്യണമെങ്കിൽ മയ്യത്ത് നമസ്കാരം കൃത്യമായി അറിയണം, അതിലെ പ്രാർത്ഥനകൾ അറിയണം, അതുപോലെ തന്നെ ഓരോ ആരാധനാ കർമ്മങ്ങളും അറിയണമെങ്കിൽ അവർക്ക് കൃത്യമായ ദീനീ വിദ്യാഭ്യാസം ചെറുപ്പം മുതലേ നമുക്ക് പരിശീലിപ്പിക്കണം, അത് പഠിപ്പിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വർഗത്തിൽ കുടുംബസമേതം പ്രവേശിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മാറുവാൻ സാധിക്കും. അത്തരത്തിൽ മാറുന്ന കുടുംബത്തോടുകൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പള്ളി പരിപാലന ഫണ്ടിലേക്ക് എല്ലാവരും ഉദാരമായി സംഭാവനകൾ നൽകണമെന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, സന്താനങ്ങൾ, അല്ലാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ ധാരാളം ആളുകൾ രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും കഷ്ടപ്പെടുന്നു. അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണം റഹ്മാനെ. അവരുടെ കടങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഭയാനകരമായ ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അതുച്ചരിച്ച് മരിക്കാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله.